കഴിഞ്ഞ 2-3 ദിവസമായി വേറൊരു രോഗം സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ രോഗം ഇതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി.ഡി. സതീശന് കേരളത്തിലെ ഗവർണർ ലോക് ഭവനിൽ വെച്ച് ഒരു ചായ സൽക്കാരം നടത്തുന്നു. ഇതിനിടയിൽ നിൽക്കുന്ന ഈ വ്യക്തി ആരാണ്? ഏതെങ്കിലും ഒരു വാർഡിന്റെ മെമ്പറാണ്? ഔദ്യോഗിക പരിപാടിയിൽ ഈ വ്യക്തിക്ക് എന്താണ് അവിടെ സ്ഥാനം? എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് കുറച്ച് സാമൂഹ്യ മാധ്യമ വിദ്വേഷ സംഖ്യകൾ 2 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്, ഈ ഗവർണറുടെ ചായ സൽക്കാരത്തിന് സാദിഖ് അലി തങ്ങൾ എന്തിനു പോയി എന്നുള്ളതാണ് ചോദ്യം. ക്ഷണിച്ചിട്ടാണോ ക്ഷണിക്കാതെയാണോ പോയത് എന്ന് ഈ വ്യക്തമാക്കാനുള്ള ഔദ്യോഗികമായ അവകാശം രാജ്ഭവനാണ്. കാരണം രാജ്ഭവനാണ് ഈ ആതിഥേയത്വത്തിൻ്റെ വിരുന്നൊരുക്കിയത്. നമ്മൾ സാധാരണ പറയുമല്ലോ, തേങ്ങാവെള്ളം കുടിക്കാൻ പോകുന്ന പട്ടി കൊപ്ര വില തിരക്കുന്നത് എന്തിനാണ് എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ചോദിക്കുന്നവനൊക്കെ യഥാർത്ഥത്തിൽ ഇതെന്താ കാര്യം? അവൻ സംഘടിപ്പിച്ച പരിപാടിയാണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ കൃത്യമായി ഇന്ന ആളുകളാണ് പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്ഭവൻ എന്തെങ്കിലും കാർഡുകൾ പുറത്തിറക്കിയോ? രാജ്ഭവനിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കാറുണ്ട്. ആ ചടങ്ങുകളിലേക്ക് ആളുകളെ വിളിക്കാറുണ്ട്, ക്ഷണിക്കാറുണ്ട്. ക്ഷണിക്കുന്നവരവിടെ പങ്കെടുക്കാറുണ്ട്. അഥവാ അങ്ങനെ ക്ഷണിച്ചിട്ടല്ലാതെ അതിന് യോഗ്യതയില്ലാത്ത ഒരാളിനെയും അതിനകത്തേക്ക് കടത്തിവിടുകയില്ല. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പോകുന്നത് ആ പോയവരുടെ ആരുടെയെങ്കിലും പിന്നിൽ നിന്ന് ഒളിച്ചും പാത്തും പോകേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് നീ കണ്ടായിരുന്നോ മോനെ, ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ആ വേദിയിൽ മുൻനിരയിൽ ഒരു സീറ്റിലിരുന്ന ആളിൻ്റെ പേരാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം കേരളത്തിൽ 22 MLA-മാരെ അസംബ്ലിയിലേക്ക് അയച്ച ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എന്ന് മാത്രമല്ല, അവരുടെ മേൽവിലാസത്തെക്കുറിച്ച് നീ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത് അറിയാവുന്ന ആളാണ് കേരളത്തിൻ്റെ ഗവർണർ. ആ അറിയാവുന്ന ആൾ അങ്ങനെ ഒരാളിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അവിടേക്ക് വിളിക്കുകയോ ചെയ്യാതെ അവിടെ ചെന്നിരിക്കേണ്ട ബാധ്യത ഒരു കാരണവശാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പം നീ ഈ വീഡിയോയിൽ പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ചെന്നു, അല്ലെങ്കിൽ കുമ്മനം ചെന്നിരുന്ന് കുമ്മനടിച്ചു എന്നൊക്കെ പറയുന്നത് അത് വേറൊരു കോണ്ടെക്സ്റ്റാണ്. അത് സംഘടിപ്പിക്കുന്നത് ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഒരു പ്രോട്ടോക്കോൾ ഫിക്സ് ചെയ്ത് അതിലേക്ക് ക്ഷണിക്കേണ്ടവരുടെ പേര് വെച്ച് ഒരു നോട്ടീസ് ഇറക്കി അവിടെ ചെന്ന് കയറുമ്പോഴാണ് ഇതിന് ഈ ചോദ്യത്തിന് പ്രസക്തി. ഇത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ വിരുന്നൊരുക്കുമ്പോൾ എത്ര പേർക്ക് ഒരുക്കുന്നു എന്നും ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നതെന്നും ഒരു അടുക്കളക്കാരൻ പോലും അല്ലാത്ത നിനക്ക് യാതൊരു വിവരവും അറിവും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പടം കിട്ടുമ്പോൾ ഇയാളെന്തിനവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട കാര്യം ഒട്ടുമില്ല. കാരണം അത് ആരെയൊക്കെ ക്ഷണിച്ചുവെന്നോ ആരെയാണ് വിളിച്ചതെന്നോ എന്തുകൊണ്ടാണ് പുള്ളി പോയതെന്നോ ഉള്ളത് അറിയാവുന്നത് ആ പോയ ആളിനും ക്ഷണിച്ച ആളിനുമാണ്. കല്യാണ വീട്ടിൽ സാധാരണ ക്ഷണിച്ച ആളുകൾ വരും. ആ ക്ഷണിച്ചു വരുന്ന ആളുകളെ വിളിക്കുന്നത് വീട്ടുകാരനാണ്. അതുകൂടാതെ അവിടെ പരിപാടിയുണ്ട്, എന്തെങ്കിലും ഒന്ന് എത്തി നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ തിന്നാം എന്നും പറഞ്ഞ് വരുന്നവരുമുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾ ഈ വിളിച്ചു വരുന്ന ആളുകളെയോ വിളിച്ചതിൻ്റെ സാങ്കത്യമോ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? നിനക്കവിടെ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കഴിച്ചുകൊണ്ട് പോവുക, കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് എന്താണോ അതിൽ തൃപ്തി അടഞ്ഞ് മടങ്ങുക എന്നുള്ളതല്ലാതെ അവിടെ എന്തിനാണ് പോയത്, ആരാണ് വിളിച്ചത്, ഈ വ്യക്തി ആരാണ് എന്നൊക്കെ പടം കാണിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ആളുകൾക്ക് കാണിക്കുന്ന പടത്തിലുള്ള വ്യക്തി ആരാണ് എന്ന സംശയമല്ല ഉണ്ടാവുന്നത്, ഇത് പറയാൻ നീ ആരാണ് എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ അഭ്യാസവും ആ സംഗതികളുമൊക്കെ ഈ പറഞ്ഞതുപോലെ അങ്ങ് അവസാനിപ്പിക്കുക. തീരെ നിലവാരമില്ലാത്ത, പറയാൻ ഒരു അർഹതയും യോഗ്യതയും ഇല്ലാത്തൊരു സംഗതിയാണ് ചില തീവ്ര വിദ്വേഷ സംഖ്യകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.